എല്ലാവർക്കും നമസ്കാരം. നുണക്കുഴി എന്ന സിനിമയുടെ അനുഭവ സാക്ഷിയാണ്. നല്ല ജലദോഷമുണ്ട്. ഇടയ്ക്ക് തുമ്മലുണ്ടാവും, ചീറ്റലുണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കടക്കാം. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ജിത്തു ജോസഫിന്റെ ഒരു ഹ്യൂമർ ചിത്രം എന്ന ഒരു രീതിയിലാണ് ഈ സിനിമ ഞാൻ നോക്കിക്കണ്ടത്. എന്നെ സംബന്ധിച്ചോളം ഈ സിനിമ വർക്കായി, അത് പറയാലോ. നല്ല രീതിയിൽ ചിരിച്ച് എൻജോയ് ചെയ്തിരുന്ന് കണ്ടപടാണ് എന്ന് കരുതി ജിത്തു ജോസഫിന്റെ ഒരു മൈ ബോസ് ലെവലിലേക്കുള്ള രീതിയിലുള്ള ഒരു കോമഡി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റൊന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാം. അതിൽ ഒന്നാമത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് തന്നെയാണ്. അതിൽ ബേസിൽ ജോസഫ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. പൊളിച്ചടുക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ ജോസഫാണ് ഈ സിനിമേനെ താങ്ങി നിർത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി സീനാണ്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പറയേണ്ടത് നമ്മുടെ സിദ്ദിഖേട്ടൻ, അതുപോലെ ബൈജു, ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസ് ലെവൽ നിങ്ങൾക്ക് അറിയാലോ. പല സിനിമകളിൽ കണ്ടേക്കുന്നത് സെയിം സാധനമാണ് ഇതിലേക്ക് വരുമ്പോൾ കിട്ടിയേക്കുന്ന റോള്. അത് കുറേ നാൾക്ക് ശേഷമാണ് സിദ്ദിഖിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ഈ ഒരു ലെവലിലേക്ക് കാണുന്നത്. പഴയ ചന്ദ്രപ്പൻ ലെവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ലെവല് സാധനമൊക്കെയാണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഗംഭീരാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ചിരിക്കാനുണ്ട്. ഗ്രേസ് ആന്റണിയുടെ ഹ്യൂമർ സൈഡ് ഈ സിനിമയിൽ അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നത് ഹോസ്പിറ്റൽ സീൻസിലാണ്. ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം അത്രയും കിഡുമായിട്ട് ഈ സിനിമയിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് സൈഡ് പിന്നെ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ മനോജ് കെ ജയൻ്റെയൊക്കെ വേറെ ലെവല് സാധനങ്ങൾ നമ്മൾ സീനിയേഴ്സിലും അതുപോലെ മല്ലു സിംഗിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു റേഞ്ചിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അൽത്താഫിൻ്റെയും അതുപോലെ തന്നെ ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ സിനിമ ഭയങ്കര ഒരു കോമഡി സിനിമയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇത് ഞാൻ കണ്ടെടുത്തോളം എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു സംശയത്തോടെ പറയാൻ കാരണം എന്താണെന്നറിയോ? തിയേറ്ററിൽ വളരെ അധികം ആളുകൾ ചിരിക്കൽ കുറവായിരുന്നു. ഞാൻ നല്ല രീതിയിൽ ചിരിച്ചിട്ടോ. എന്നെപ്പോലെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ തിയേറ്ററിൽ ചിരിക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയും കൂടി നമ്മൾ ഒരു റിവ്യൂ പറയുമ്പോൾ നോക്കണമല്ലോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾട്ടടിക്കാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എനിവേ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ വർക്കായി, അത് ആദ്യം പറയാമല്ലോ. ഇത് തന്നെ ഇനി ഞാൻ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ മ്യൂസിക് സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമയുടെ സീൻസിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട് മ്യൂസിക്. ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് മ്യൂസിക്. സിനിമയിൽ സംഭവിക്കുന്ന സീൻസും മ്യൂസിക്കും തമ്മിലൊക്കെ നല്ല രീതിയിൽ ഇതുണ്ട്. അതായത് സിനിമയിലൊന്നും സംഭവിക്കുന്നില്ല, മ്യൂസിക് ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നു, അങ്ങനെയൊന്നും അല്ല കേട്ടോ. സിനിമയിലെ സീൻസിനനുസരിച്ചുള്ള മ്യൂസിക് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ പേര് എനിക്ക് തോന്നുന്നത് ഏടാകൂടം എന്തോ ആണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്, പിന്നീട് മാറ്റി നുണക്കുഴി ആക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെ ഒരു പാട്ട് കാര്യങ്ങളൊക്കെ ഏടാകൂടം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പാട്ട് കാര്യങ്ങളുണ്ട്. ശരിക്കും അത് നല്ലൊരു പേരായിരുന്നു. നുണക്കുഴി എന്നിട്ടത് എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിവേ എന്തെങ്കിലും ആട്ടെ. പെട്ടെന്ന് മനസ്സിലാവാതിരിക്കാനായിരിക്കും ആളുകൾക്ക്. ഏടാകൂടം എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അതെന്താണ് എന്ന് ഒറ്റടിക്ക് മനസ്സിലാവും. നുണക്കുഴി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ട്രിക്കിയാണല്ലോ, അതായിരിക്കാം ചിലപ്പോൾ അവർ നുണക്കുഴിയിൽ നിന്ന് ഇട്ടത്. അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഡീസൻറ്റ് മൂവി എന്നാണ് എനിക്ക് ഈ നുണക്കുഴി എന്ന സിനിമയെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.